പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ വാഴ്ത്തുന്ന ആരാധിക്കുന്നു സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ വാഴ്ത്തുന്ന ആരാധിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ സ്നേഹക്കതിരിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുന്ന് ഞങ്ങളിൽ അഗ്നിയായി വന്ന് നിറയണമേ. തീജ്വാലയായി കത്തിപ്പടരണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. ഈശോപ്പ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന ആരാധിക്കുന്നു. ഈശോനാഥ, ഞങ്ങൾക്കൊരു പകൽക്കാലം തന്ന് അനുഗ്രഹിക്കുകയും ഈ കരുണയുടെ സമയം വരെ അവിടുത്തെ ചിറയിൻ കീഴിൽ അണച്ച് നടത്തുകയും ചെയ്തതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് അനുഗ്രഹിക്കുകയും ആപത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിച്ചതിനായി നന്ദി പറയുന്നു. ഞങ്ങൾ എവിടെ പോയാലും സഹയാത്രികനായി അവിടുന്ന് കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. അനേകം സഹോദരങ്ങൾക്കായും അനേകം മക്കൾക്കായും അനേകം ആവശ്യങ്ങൾക്കായും പ്രാർത്ഥിപ്പാൻ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ തരുന്ന വലിയ അനുഗ്രഹത്തിനായി സ്തുതിക്കുന്നപ്പാ. കർത്താവേ, പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും കാരുണ്യവാനായ എൻ്റെ കർത്താവിൻ്റെ കരം കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ കരുണയുടെ സമയം വീണ്ടും ഞങ്ങളെയും മക്കളെയും സഹോദര കുടുംബങ്ങളെയും ചാർച്ചക്കാരെയും സ്നേഹിതരെയും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെയും ഞാൻ ഓർക്കുന്നവരെയും ഇപ്പോൾ എൻ്റെ കൂടെ ആയിരിക്കുന്നവരെയും എല്ലാ ആവശ്യങ്ങളെയും അവിടുത്തെ പക്കൽ സമർപ്പിക്കുന്നു. കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് വചനമെടുത്ത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 7-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വചനങ്ങൾ വായിച്ചു. 13-ാം വാക്കിൽ 2 വഴികളെക്കുറിച്ച് പറയുന്നു. ഇടുങ്ങിയ വഴിയും വിശാലമായ വഴിയും. നാം ഓരോരുത്തരും ഇഷ്ടമായ വഴികൾ തിരഞ്ഞെടുക്കുന്നവരാണ്. മാനുഷികമായ നോട്ടത്തിൽ വിശാലമായ വഴി തിരഞ്ഞെടുക്കുന്നവരാണ് ഞാനും എന്നെപ്പോലുള്ള പലരും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വഴി വീതി കുറഞ്ഞതും വാതിൽ ഇടുങ്ങിയതുമാണ്. അത് കണ്ടെത്തുന്നവരോ വളരെ ചുരുക്കം എന്നാണ് പറയുന്നത്. അതുപോലെ 2 ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. നല്ല ഫലവും ചീത്ത ഫലവും. നല്ല ഫലം തരാത്ത വൃക്ഷങ്ങൾ വെട്ടി തീയിൽ എറിയപ്പെടും എന്ന് പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം ദൈവത്തെ അറിയുന്നവരാണെങ്കിൽ ഏത് സഹനം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും ദൈവത്തിൽ നിന്ന് അകലരുത്. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല എന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും സഹനവും വേദനയും ഒന്നുമല്ല, തൽക്കാലത്തേക്ക് മാത്രം. ഇതെല്ലാം കാണുന്ന കർത്താവും നമ്മോട് കൂടെയുള്ളപ്പോൾ നാം ഭയപ്പെടരുത്, വേവലാതിപ്പെടരുത്. കരുതുന്നത് നമ്മുടെ നാഥനാണ്. നാം ദൈവത്തെ അറിഞ്ഞും സഹനം സഹിച്ചും ദൈവത്തെ ഭയപ്പെട്ടും ജീവിച്ചാൽ ഈ ലോകവാസം കഴിയുമ്പോൾ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും. അത് കർത്താവ് ശേഖരിക്കും എന്നാണ് വചനം പറയുന്നത്. അല്ലാത്തത് നരകമാകുന്ന തീയിൽ എറിയപ്പെടും എന്ന് വ്യക്തമായി പറയുന്നു. അതിനാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മെ തന്നെ ഈ കരുണയുടെ സമയം ഈശോയുടെ പക്കൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ.